ഹലോ ആൻഡ് വെൽക്കം ടു ഫിനാൻഷ്യൽ ടൈഡിങ്സ് മലയാളം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PE റേഷ്യോനെ പറ്റിയായിരിക്കും. അപ്പം നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഈ PE റേഷ്യോ എന്താണ്? ഇതൊരു ഫോർമുല അല്ലേ? അപ്പം PE റേഷ്യോ ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. അതെന്താ സംഭവം? ഈ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ്. നമ്മൾ ടി വിയിലേക്ക് കാണില്ലേ, ഒരു കമ്പനി കാണും, അതിൻ്റെ ഇപ്പുറത്തെ എത്ര പ്രൈസാണെന്ന് കാണും അല്ലേ? ആ കമ്പനിയുടെ ഒരു സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന എന്ത് പ്രൈസാണോ അതാണ് ഇവിടെ സ്റ്റോക്ക് പ്രൈസ്, ദാറ്റ് ഇസ് മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ. ഈ ഏർണിങ്സ് പെർ ഷെയർ എന്താ സാധനം? ഒരു കമ്പനി ഒരു വർഷം എത്ര പൈസ ഉണ്ടാക്കി, ഏർണിങ്സ് ഉണ്ടാക്കി, അതിനെ ആ കമ്പനിയുടെ എത്ര ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് അതിനെ വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ടേക്ക് ദ ടോട്ടൽ ഏർണിങ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ പാസ്റ്റ് 1 year ആൻഡ് ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് of the company in the stock market, and that will give us EPS or earnings per share. Okay. ഈ PE റേഷ്യോനെ ചിലപ്പം പ്രൈസ് മൾട്ടിപ്പിൾ, ഏർണിങ്സ് മൾട്ടിപ്പിൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത് PE റേഷ്യോ എന്താണ്, അതിൻ്റെ ഫോർമുല എന്താണ്. ഓക്കെ. ഇനി ഈ ഹൈ PE റേഷ്യോ വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ സ്റ്റോക്സിൻ്റെ ഒക്കെ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോകുമ്പം കുറേ റേഷ്യോസ് കാണാം അല്ലേ? PE റേഷ്യോ, PB റേഷ്യോ, ROE ഇതൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇഫ് എ കമ്പനീസ് PE റേഷ്യോ ഇസ് റിയലി ഹൈ, നല്ല ഹൈ ആണെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? ദ കമ്പനി സ്റ്റോക്ക് ഇസ് ഓവർ വാല്യൂഡ്. അത് വെച്ചാൽ ഉള്ള വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിന് പൈസ പേ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നേരെ തിരിങ്ങിയ സിറ്റുവേഷൻ ആണെങ്കിലോ, a low PE ratio could mean that a company stock is undervalued. അപ്പം ജനറലി സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സ് ഒക്കെ ജനറലി എന്താ പറയുക, അണ്ടർവാല്യൂഡ് കമ്പനീസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്തിന്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അല്ലേ? പക്ഷേ ഇത് എപ്പോഴും സത്യമാണെന്നുണ്ടോ? ഈ കമ്പനിയുടെ PE റേഷ്യോ ലോ ആയ കാരണം അത് അണ്ടർവാല്യൂഡ് തന്നെയാണെന്ന് എപ്പോഴും അത് അങ്ങനെ തന്നെ ആവുമോ? നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വരുന്ന ഈ ഒരു വീഡിയോ തന്നെ കാണാം. അതിൻ്റെ മുമ്പേ നമുക്കൊരു ചെറിയ എക്സാമ്പിളിലേക്ക് പോകാം, എങ്ങനെ ഈ PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം നിങ്ങളൊക്കെ PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് എടുക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ സമയമൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ദർ ആർ സോ മെനി ഫ്രീ വെബ്സൈറ്റ്സ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ജസ്റ്റ് കമ്പനിയുടെ പേര് സെർച്ച് ചെയ്യുക, അപ്പോൾ PE റേഷ്യോ, ROE, PB റേഷ്യോ, എല്ലാ റേഷ്യോസും ഓട്ടനെ അവിടെ തന്നെ കിട്ടും. അപ്പം നമുക്ക് എന്താണ് നമ്മൾ അറിയേണ്ടത്? ഈ നമ്പർ ഓക്കെ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതെന്താണ് സൂചിപ്പിക്കുന്നത്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ ഇമാജിൻ ഒരു കമ്പനി ABC ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ചുമ്മാ ഇട്ട പേരാണ്, കമ്പനി ABC. ഈ കമ്പനിയുടെ 4 crore നമ്പർ ഓഫ് ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഈക്വൽ ടു 4 crore. ഇത് പൈസ അല്ല കേട്ടോ, ഇത് നമ്പർ ഓഫ് ഷെയർസ്. 4 കോടി നമ്പർ ഓഫ് ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒരു ഷെയർ 2 ഷെയർ ഇതുപോലെ ഈ കമ്പനിയുടെ എത്ര നമ്പർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്? 4 crore നമ്പർ ഓഫ് ഷെയർസ്. ഓരോ ഷെയറിനുള്ള മീൻസ് ഓരോ ആ സ്റ്റോക്കിന് ഉള്ള പ്രൈസ് 100 രൂപയെന്ന് വിചാരിക്കുക, 100 rupees. പിന്നെ ഈ കഴിഞ്ഞ 12 months മീൻസ് കഴിഞ്ഞ ഒരു വർഷം ഈ കമ്പനി ABC, ജസ്റ്റ് നിങ്ങൾ ഊഹിക്കുക. ഓക്കെ, ഈ കമ്പനി ABC 20 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പനിയുടെ ഏർണിങ്സ് 20 crore rupees എന്നങ്ങ് വിചാരിക്കുക. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഈ TTM എന്താ? ട്രെയിലിംഗ് 12 months മീൻസ് ഇൻ ദ പാസ്റ്റ് 12 months, ഈ കഴിഞ്ഞ 12 monthsലുള്ള പ്രോഫിറ്റ്. കഴിഞ്ഞ 20 വർഷമോ 30 വർഷമോ ഒന്നുമല്ല, കഴിഞ്ഞ 12 months. ഓക്കെ, അതിലുണ്ടാക്കിയ ഏർണിങ്സ് ആണ് ഏർണിങ്സ് TTM. ആൻഡ് നമ്മൾ ഈ 4 crore നമ്പർ ഓഫ് ഷെയർസ് നമ്മുടെ കയ്യിലല്ലേ? ഇഫ് വി യൂസ് ദിസ് ആൻഡ് ദി ഏർണിങ്സ്, ദി ടോട്ടൽ ഏർണിങ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഓരോ സ്റ്റോക്കിന് വെച്ചുള്ള ഏർണിങ്സ് കിട്ടും അല്ലേ? സോ വി ക്യാൻ ഗെറ്റ് ഏർണിങ്സ് പെർ ഷെയർ 20 crore rupees ഡിവൈഡഡ് ബൈ 4 crore നമ്പർ ഓഫ് ഷെയർസ്. സോ ഒരു ഷെയർ വുഡ് റെപ്രസെൻറ്റ് 5 rupees ഓഫ് ഏർണിങ്സ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടില്ലേ? ഓക്കെ, ഇഫ് 1 stock represents 5 rupees in earnings, then 4 crore shares will represent, yes, 20 crore rupees in earnings. Okay. അപ്പോൾ PE റേഷ്യോ എന്താണ് ഈ കമ്പനിയുടെ? നമുക്കറിയാം, പ്രൈസ് പെർ ഷെയർ, മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ അല്ലേ? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യായി 100ഉം 5ഉം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100 ഡിവൈഡ് ബൈ 5 വുഡ് ഗിവ് PE റേഷ്യോ ഓഫ് 20. അപ്പം ഇതിനെങ്ങനെ മനസ്സിലാക്കേണ്ടത്? ആ PE റേഷ്യോ ഓഫ് 20 വുഡ് മീൻ ദാറ്റ് ദ കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി ഇസ് 20 times its annual earnings. ഓക്കെ,
ഇത്ര മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഈ പി റേഷ്യോ ഹൈ ആണ്, പി റേഷ്യോ ലോ ആണ്, ഇതാണ് അതാണൊക്കെ. അപ്പോൾ ഈ പി റേഷ്യോ ഹൈ ആണ്, ഇപ്പോൾ ഈ 20 നോക്കിയിട്ട് ഇത് ഹൈ ആണോ ലോ ആണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക അല്ലേ? അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഇൻഡസ്ട്രി, ആ കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണോ ആ ഇൻഡസ്ട്രിയുടെ വേറെ കളിക്കാരെ നോക്കുക, വേറെ പ്ലെയേഴ്സ്, ദി അതർ കമ്പനീസ്, ഓക്കെ, അവരുടെ പി റേഷ്യോ കൂടെ നോക്കുക. എന്നിട്ട് അതിനൊരു ആവറേജ് എടുക്കുക. ഈ ആവറേജിനേക്കാളും ഒത്തിരി ഹൈ ആണെങ്കിൽ പി റേഷ്യോ ഹൈ ആണ്, ആവറേജുകളും ഒത്തിരി താഴെയാണെങ്കിൽ പി റേഷ്യോ ലോ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമെൻറ്റ് ഇൻഡസ്ട്രി എടുക്കുക. ഓക്കെ, ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനീസ് നോക്കുമ്പം ഒരു ആവറേജ് പി റേഷ്യോ 20 വരുമെന്നങ്ങ് വിചാരിക്കാം. ആൻഡ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സിമെൻറ്റ് ഇൻഡസ്ട്രിയുടെ സിമെൻറ്റ് കമ്പനിയുടെ ഞാനൊരു സ്റ്റോക്ക് നോക്കുവാണ്. ആ കമ്പനിയുടെ പി റേഷ്യോ ഒരു 75 ആണെന്ന് വിചാരിക്കുക. അപ്പം എന്താ നമുക്ക് മനസ്സിലാവുമല്ലോ, ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് വളരെ ഹൈ ആണെന്ന്, പി റേഷ്യോ വളരെ ഹൈ ആണെന്ന്, അല്ലേ? ഓക്കെ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഈ അനാലിസിസ് ചെയ്യുമ്പം എപ്പോഴും ആ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് വേണം അനാലിസിസ് ചെയ്യാൻ. അല്ലാതെ ഒരു എനർജി സെക്ടർ കമ്പനിയും ഒരു ഫിനാൻഷ്യൽ കമ്പനിയും അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ കമ്പനിയും അങ്ങനെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അപ്പോൾ എല്ലാവരും അനാലിസിസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീറ്റർ കമ്പനീസിൻ്റെ റേഷ്യോസ് നോക്കിയിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ദർ ആർ ടു ടൈപ്സ് ഓഫ് പി റേഷ്യോസ്. There are two types of PE ratios. One is called trailing PE ratio and other is called forward PE ratio. അപ്പോൾ എന്താണ് വ്യത്യാസം ഞാൻ എളുപ്പത്തിൽ തന്നെ പറഞ്ഞുതരാം. ട്രെയിലിംഗ് പി ഇ റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ 12 months എന്താണോ കമ്പനിക്ക് ഏർണിങ്സ് കിട്ടിയ അത് വെച്ച് നമ്മൾ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടില്ലേ, അത് തന്നെ. അപ്പോൾ ഫോർവേഡ് പി റേഷ്യോ നമ്മൾ നെക്സ്റ്റ് 12 monthsൻ്റെ ഏർണിങ്സ് എടുക്കും. അപ്പർ ഡോട്ട് ഒന്നുമില്ലേ, വരാൻ പോകുന്ന 12 monthsൻ്റെ ഏർണിങ്സ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അത് ഏൺ ചെയ്തില്ലല്ലോ, അത് ഫ്യൂച്ചറിൽ അതിന് വരാൻ പോകുന്ന സംഭവമല്ലേ, അല്ലേ? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അനലിസ്റ്റ് ഒക്കെ എന്താ ചെയ്യുക? ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, അല്ലേ? ഒരു ഗസ് ചെയ്യുക. അപ്പം ഇതാരെ ഗസ് ചെയ്യുന്നത്? കമ്പനി തന്നെ ഗസ് ചെയ്യും. ഓക്കെ, ദ കമ്പനി ഈസ് ഗസ്സിങ് ദാറ്റ് അടുത്ത വർഷം നമുക്ക് 25 crore ആയിരിക്കും നമ്മുടെ ഏർണിങ്സ്. ഈ ഒരു ഗസ് വെച്ചിട്ടാണ് ഫോർവേഡ് പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം, ട്രെയിലിംഗ് പി റേഷ്യോ, ഫോർവേഡ് പി റേഷ്യോ. ഓക്കെ, അപ്പോൾ trailing P ratio means we are using the trailing 12 months. So we are using the current share price divided by the total earnings over the past 12 months. അപ്പോൾ forward P ratio എന്താണ്? We are using future earnings rather than trailing figures. Okay. അപ്പോൾ ഇതിനല്ലാണ്ട് വേറൊരു പേരിലും അറിയപ്പെടുന്നതാണ് ഇതിന് ഫോർവേഡ് പി അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് പി എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ എസ്റ്റിമേറ്റഡ് പി ഉപയോഗിക്കുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനറലി നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയല്ലേ നമുക്ക് ആക്ച്വലി അറിയേണ്ടത്, അല്ലേ? നമ്മൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അത് പാസ്റ്റിൽ ഇങ്ങനെ പെർഫോം ചെയ്തു, അങ്ങനെ പെർഫോം ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഫ്യൂച്ചറിൽ നന്നായി പെർഫോം ചെയ്യണം നമ്മുടെ ഉദ്ദേശം, അല്ലേ? അതിനാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി ഒരു ഐഡിയ കിട്ടണം നമ്മൾ ഫ്യൂച്ചർ പി ഇ അല്ലെങ്കിൽ ഫോർവേഡ് പി ഇ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമുക്കൊരു കൺഫർമേഷൻ ഇല്ല, അല്ലേ? ഇതിനൊരു എസ്റ്റിമേഷൻ ആയതുകൊണ്ട് ഇതിനൊരു പ്രൂഫില്ല. പക്ഷേ ട്രെയിലിംഗ് പി റേഷ്യോ ആണെങ്കിൽ എല്ലാം കറക്റ്റ് ഓൾറെഡി നടന്ന കാര്യത്തിനെ പറ്റിയാണ്, അല്ലേ? ഓൾറെഡി ആ ഏർണിങ്സ് കമ്പനിക്ക് കിട്ടി, അത് വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ്. സോ ദർ ഇസ് നോ ഡിസ്ക്രിപ്പൻസി, ദർ ഇസ് നോ ഡൗട്ട്. അപ്പം if the forward PE ratio is lower than the trailing PE ratio, it means that the analysts are expecting the earnings to increase. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2 type of P ratio കാൽക്കുലേറ്റ് ചെയ്യുക. trailing P ratio, forward P ratio. If the forward P ratio is lower than the trailing P ratio, അത് വെച്ചാൽ എന്താണ്? Analysts are expecting the earnings of the company to increase. Because നമ്മുടെ ആദ്യം കണ്ട ഫോർമുല ഇല്ലേ, അന്നത് ഡിനോമിനേറ്റർ ഏർണിങ്സ് കൂടുമ്പോൾ എന്ത് പറ്റും? പി റേഷ്യോ എന്തായാലും കുറയും, അല്ലേ? നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ്. ഇഫ് ദ ഡിനോമിനേറ്റർ ഇൻക്രീസസ് ദ പി റേഷ്യോ മീൻസ് ആ ഒരു ഫ്രാക്ഷൻ്റെ വാല്യൂ വിൽ ഡിക്രീസ്. ഓക്കെ, നമുക്ക് മനസ്സിലായി. ആൻഡ് ഇഫ് ദ ഫോർവേഡ് പി ഇ is higher than the current PE, the analysts expect a decrease in earnings. അതും ക്ലിയർ അല്ലേ? ഓക്കെ. Some investors prefer to look at trailing PE because they don't trust earning estimates. അപ്പം ഇത് ഈ ഏർണിങ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഏർണിങ്സിൻ്റെ എസ്റ്റിമേറ്റ്സ് കമ്പനീസ് ആണ് എൻ്റെ എസ്റ്റിമേറ്റ്സ് ഇറക്കുന്നത്, അനലിസ്റ്റ് അതിൻ്റെ എസ്റ്റിമേറ്റ്സ് ഇറക്കും. പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്ത് പ്രൂഫാണ് ഉള്ളതല്ലേ? ഇപ്പോൾ ഈ കമ്പനി പറയാം നമ്മൾ നെക്സ്റ്റ് ഇയർ 70 crore rupees ഉണ്ടാക്കും. ഓക്കെ, എന്താണ് പ്രൂഫ്? നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കിയാലോ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇത് ജസ്റ്റ് ഒരു ഗസ്സാണ്. So some people don't trust
earning estimates. That's why they look at the trailing PE ratio. ഇപ്പോൾ ട്രെയിലിംഗ് PE ratio ആണ് ജനറലി ആൾക്കാർ പെട്ടെന്ന് ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്നത് അതാണ്. പക്ഷേ ട്രെയിലിംഗ് PE ratioയ്ക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് ഇസ് ദാറ്റ് ദി കമ്പനീസ് പാസ്റ്റ് പെർഫോമൻസ് ഡസ് നോട്ട് സിഗ്നൽ ഫ്യൂച്ചർ ബിഹേവിയർ. അത് ഒബ്വിയസ്ലി നമുക്കറിയാം. പക്ഷേ അങ്ങനെ ഇപ്പം കുറേ കമ്പനീസ് ഉണ്ടല്ലേ, നേരത്തെ മുതലേ നല്ല പെർഫോമൻസ് ആയിരുന്നു, ഫ്യൂച്ചറിലും നല്ല പെർഫോമൻസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ചില കമ്പനീസ് ഉണ്ട് നേരത്തെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നിരിക്കും, പക്ഷേ ഫ്യൂച്ചറിൽ അത് ബാങ്ക്രപ്റ്റ് പോലും ആയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയ കമ്പനി എടുക്കാം അല്ലെ, അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എന്തൊരു നല്ല പെർഫോമൻസ് ആയിരുന്നു അല്ലേ. ഈ വേൾഡിലെ ഏറ്റവും അറിയപ്പെടുന്ന ഫോണ് നോക്കിയ ഫോൺ തന്നെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? നോക്കിയ നല്ലോണം കഷ്ടപ്പെട്ടല്ലേ ടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയിൽ അല്ലേ. സോ നമ്മൾ ആ സമയത്ത് നോക്കിയിട്ട് ഷെയർ, ആ ഒരു ഐഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഷെയർ വാങ്ങിക്കുകയായിരുന്നെങ്കിൽ നമ്മളോർക്കും ഇത്രയും വർഷം നന്നായി നോക്കിയാൽ പെർഫോം ചെയ്തില്ലേ, ഇനിയും പെർഫോം ചെയ്യരുതോ? പക്ഷേ വി കാൺട്ട് എക്സ്പെക്ട് ഫ്യൂച്ചർ, റൈറ്റ്? അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ട്രെയിലിംഗ് PE ratio ഹാസ് എ സ്മോൾ ലിമിറ്റേഷൻ. പക്ഷേ ഇതൊക്കെനേക്കാൾ ഉപരി നിങ്ങൾ എപ്പോഴും ഈ നമ്പേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ എപ്പോഴും കമ്പനീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, മനസ്സിലാക്കുക, അവരുടെ ഓപ്പറേഷൻസ് എന്താണ്, അവരുടെ ബിസിനസ് പ്ലാൻ എന്താണ്. അപ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ഐഡിയ കിട്ടും എങ്ങനെയല്ലേ ഫ്യൂച്ചറിൽ ഇത് എങ്ങനെ പോകുമായിരിക്കും. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഫ്യൂച്ചർ ഗ്രോത്ത് ഫാക്ടർ. അപ്പോൾ ട്രെയിലിംഗ് PE ratio ഉള്ളൊരു ലിമിറ്റേഷൻ എന്താ? ഫ്യൂച്ചറിൽ എത്ര ടൈംസ് ഗ്രോ ചെയ്യാം, അത് ഈ PE ratio ഒരു കാൽക്കുലേഷനിൽ ഒരിക്കലും വരുന്നില്ല. അതിനൊരു വേറൊരു റെമഡി ഉണ്ട്. ഇറ്റ്സ് കോൾഡ് PEG ratio. അത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കാണണമെങ്കിൽ മെയിലിൽ ഐ ബട്ടൺ പ്ലേലിസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അത് കാണാൻ പറ്റും. PEG ratioനെ പറ്റിയുള്ള നമ്മുടെ വെരി ഷോർട്ട് വീഡിയോ. പക്ഷേ ഇപ്പോൾ നമുക്ക് PE ratio കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, when a company has no earnings or is posting losses, in both cases PE ratio will be expressed as NA, അതായത് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, ഈ PE ratio കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഏർണിങ്സ് നെഗറ്റീവ് ആയിപ്പോയി, അത് വെച്ചാൽ കമ്പനിക്ക് ലോസ് വന്നാൽ എന്താ പറ്റും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ. ഇപ്പോൾ 0 rupees ഏർണിങ്സ് എന്ന് വെച്ചാൽ കമ്പനി ഡിഡ് നോട്ട് മേക്ക് എനി പ്രോഫിറ്റ്, ഡിഡ് നോട്ട് മേക്ക് എനി ലോസ്, അല്ലെങ്കിൽ രണ്ടും കൂടെ ഈക്വൽ ആയിരുന്നു. ഏർണിങ്സ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ കമ്പനി മെയ്ഡ് മോർ പ്രോഫിറ്റ്സ് ദാൻ ലോസസ്. പക്ഷേ ഇഫ് ദ കമ്പനി മേക്സ് മോർ ലോസസ് ദാൻ പ്രോഫിറ്റ്സ്, സോ ദ ഏർണിങ്സ് വിൽ ബി നെഗറ്റീവ് നമ്പർ, റൈറ്റ്? ഓക്കെ, അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് നെഗറ്റീവ് PE ratio എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറലി എന്താ ചെയ്യുന്നത്, ആ കേസിൽ PE ratio വിൽ ബി എക്സ്പ്രസ് ആസ് NA, നോട്ട് ആപ്ലിക്കബിൾ. നിങ്ങളിപ്പോൾ സ്ക്രീനറോ അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ അതുപോലത്തെ വെബ്സൈറ്റ്സിലൊക്കെ പോയി നോക്കുമ്പോൾ PE ratioനെ പറ്റി നോക്കുവാണെങ്കിൽ ചില കമ്പനീസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, PE ratioൻ്റെ ആ കുളത്തിൻ്റെ അവിടെ NA എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനും ആദ്യം വിചാരിക്കുന്നത് NA, ഇതെന്താണ് സംഭവം? പിന്നല്ലേ മനസ്സിലായേ അത് ഇല്ലാത്തതല്ല. മേ ബി ദ കമ്പനി ഈസ് ഹാവിങ് ലോസസ് ഓർ ഇറ്റ് ഹാസ് നോ ഏർണിങ്സ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ഓക്കെ, if a company has low PE ratio because the business model is fundamentally in decline, then the low value may not be in good bargain. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഇതൊന്നും കേട്ടില്ലെങ്കിലും ഒരു പോയിന്റ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക. അത് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത പോയിന്റ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തേ a company with low PE ratio could mean that the company is undervalued and such stocks are good for buying അല്ലേ. നമ്മളതല്ലേ ആദ്യം മനസ്സിലാക്കിയത്. ജനറലി അതാണ് സത്യം. ഓക്കെ, പക്ഷേ ദർ ആർ കേസസ് ഒരു കമ്പനിയുടെ PE ratio വളരെ ലോ ആണെങ്കിൽ ചിലപ്പോൾ ആ കമ്പനിയുടെ ബിസിനസ് മോഡൽ തന്നെ ആകെ തകരാറിലായിരിക്കും അല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റലി ഇൻഡിക്ലൻ ആണെങ്കിൽ ഈ ലോ PE ratio കണ്ട് നമ്മൾ ചാടിപ്പോയി അയ്യോ കമ്പനി അണ്ടർവാല്യൂഡ് നമുക്ക് പോയി മേടിക്കുന്നതിന് ചാടിപ്പോയി മേടിക്കരുത്. ഓക്കെ, മേ ബി ആ കമ്പനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാങ്ക്രപ്റ്റ് ആവും, ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ഉടനെ റൈസ് ആവാൻ പോകുന്നില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ലോ PE ratio കണ്ടത് അണ്ടർവാല്യൂഡ് ബൈ ചെയ്യണം എന്നുള്ള ഈ എടുത്തുചാട്ടം എടുക്കരുത്. എപ്പോഴും ആലോചിക്കുക ലോ PE ratio, വാട്ട് ഈസ് ദ റീസൺ? ഈ കമ്പനിയുടെ ബിസിനസ് മോഡൽ നല്ല മോഡലാണെങ്കിൽ ഒബ്വിയസ്ലി അത് അണ്ടർവാല്യൂഡ് ആണ്. ദാറ്റ് ഈസ് എ സൈൻ ഫോർ ബൈങ്. പിന്നെ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ഒരു റേഷ്യോ കൊണ്ട് മാത്രം നമ്മുടെ അനാലിസിസ് ഫിക്സ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഇഷ്ടംപോലെ റേഷ്യോസും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഓവർവ്യൂ എടുക്കുക. ഓക്കെ, എല്ലാത്തിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഒരു ഓവർവ്യൂ എടുക്കുക, എന്നിട്ട് നമ്മളൊരു ഡിസിഷൻ ഉണ്ടാക്കുക. അല്ലാതെ ഒരു റേഷ്യോ മാത്രം ഇങ്ങനെ നോക്കി അപ്പോൾ ഇത് ബൈ ചെയ്യാനുള്ള സിഗ്നലായിരുന്നു, മറ്റേത് ഞാൻ നോക്കിയില്ല, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നല്ലേ. അപ്പം നമ്മൾ എന്തായാലും സൂക്ഷിക്കേണ്ടി വരും. Now on the last part, which is conclusion. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഇസ് PE ratio. So PE ratio shows what the market is willing to pay today for a stock based on its past or future earnings. അല്ലേ, നമുക്ക് മനസ്സിലായില്ലേ? PE ratio എന്ന് വെച്ചാൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ്. അപ്പം നമ്മൾ
1 rupee ഓഫ് ഏർണിങ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര റുപ്പീസാണ് നമ്മളിപ്പം മുടക്കാൻ തയ്യാറാവുന്നത്, അതല്ലേ നമ്മൾക്ക് ഈ പി റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ. ഓക്കെ. In addition to show whether the company's stock price is overvalued or undervalued, the PE ratio can reveal how a stock's valuation compares to its industry group. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ, കമ്പനിയുടെ പി റേഷ്യോ നമ്മൾ ഹൈ ആണോ ലോ ആണോ എങ്ങനെ മനസ്സിലാക്കുക, മീൻസ് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന്. ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ്? നമ്മൾ അതിൻ്റെ ഇൻഡസ്ട്രിയിലെ വേറെ കമ്പറ്റീറ്റേഴ്സിനെ നോക്കുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവറേജ് നോക്കിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്ത എപ്പിസോഡ് PEG റേഷ്യോനെ പറ്റിയായിരിക്കും. പിന്നെ തുടർന്നുള്ള എപ്പിസോഡ്സ് നമ്മൾ എന്തായാലും വേറെ കുറേ റേഷ്യോസ്, ഇൻഡിക്കേറ്റേഴ്സ്, പാറ്റേൺസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് ഓൺ എനി ഓഫ് അവർ വീഡിയോസ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.